ഇന്ത്യൻ ഭരണഘടന പ്രകാരമാണ് സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് തലവനായ മുഖ്യമന്ത്രി സർക്കാരിനെ നയിക്കുന്നത്. പാർട്ടിക്കും പ്രത്യയശാസ്ത്രത്തിനും അതീതമായി കേന്ദ്ര സർക്കാരുമായും മറ്റ് ഭരണഘടനാ സംവിധാനങ്ങളുമായും ഒരുമിച്ച് മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരിക്കണം. ഹ്രസ്വകാല രാഷ്ട്രീയത്തിനപ്പുറം ചുരുങ്ങിയത് അടുത്ത 25 വർഷങ്ങളുടെ ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ഇന്നത്തെ ആവശ്യം. ഉടനടിയുള്ള ജനപ്രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വോട്ട് ബാങ്ക് അധിഷ്ഠിതമായ തീരുമാനങ്ങളും ഒഴിവാക്കേണ്ടതാണ്. തൊഴിൽ, നിക്ഷേപം, വ്യവസായം തുടങ്ങിയ നയങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണ്. വിദേശ പണത്തിന്മേലുള്ള അമിത ആശ്രയത്വം, ഉത്തരവാദിത്തമില്ലായ്മ, ചുവപ്പുനാട എന്നിവ വലിയ വെല്ലുവിളികളാണ്. സർക്കാർ സംവിധാനങ്ങളിൽ വലിയ തോതിലുള്ള ഡിജിറ്റലൈസേഷൻ, സമയപരിധികൾ എന്നിവ ആവശ്യമാണ്. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ശാസ്ത്രീയ ഭൂവിനിയോഗ നയങ്ങൾ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകേണ്ടത് മുഖ്യമന്ത്രിയുടെ കടമയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, പോലീസിംഗ് തുടങ്ങിയ സേവന മേഖലകളെ രാഷ്ട്രീയമുക്തമാക്കണം. ഒരു നല്ല മുഖ്യമന്ത്രി നേട്ടങ്ങളിലല്ല, ഫലങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സുതാര്യതയുടെ അഭാവം വിശ്വാസ്യത കുറയ്ക്കുന്നതുകൊണ്ട് കൃത്യമായി ഓഡിറ്റുകൾ നടത്തുകയും പരാജയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വേണം. സംസ്ഥാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ പ്രധാനിയായ മുഖ്യമന്ത്രി രാഷ്ട്രീയ, ജാതി, മത സ്വാർത്ഥതകൾക്കതീതനായിരിക്കണം. ശരാശരിയിൽ താഴെയുള്ള ഒരു CM വർത്തമാനകാലം കൈകാര്യം ചെയ്യുകയും അസത്യപ്രചാരണങ്ങളിലൂടെ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ദീർഘവീക്ഷണത്തോടെ ജനനന്മയ്ക്കാവശ്യമായ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുകയും കഠിനമായ, ചിലപ്പോൾ ജനപ്രീതിയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുകയും ജനക്ഷേമം, വളർച്ച, സുരക്ഷ എന്നിവയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന നേതാവായിരിക്കണം അനുയോജ്യനായ മുഖ്യമന്ത്രി.